രാമായണ മാസം 15-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് കടക്കുകയാണ്. ചാരുശീലയും ആരോമലുമായ ശാരിക പൈതലെ, നീ വന്ന് കഥാശേഷവും പറഞ്ഞു തരിക. കാമവൈരിയായ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറഞ്ഞ കഥ ശാരിക പൈതൽ പറഞ്ഞു തുടങ്ങി. കല്യാണശീലനും ദശരഥപുത്രനുമായ ശ്രീരാമൻ അനുജനോടുകൂടി പമ്പാസരസിന്റെ ലോകമനോഹരമായ തീരത്തെത്തി അത്ഭുതത്തോടെ നിന്നു. ഒരു വെളിപ്പാടകലം വ്യാപിച്ചു കിടക്കുന്ന ശുദ്ധജലത്തോടു കൂടിയതും ക്ഷീണം നശിപ്പിക്കുന്നതും ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞതും വിടർന്ന താമരപ്പൂവ്, സൗഗന്ധിക പുഷ്പം, ആമ്പൽപ്പൂവ് എന്നിവ കൊണ്ട് അലങ്കൃതവും അരയന്നം, എരണ്ടപ്പക്ഷി, വണ്ട്, കുയിൽ, നീർക്കോഴി, സർപ്പം, സിംഹം, കടുവ, പന്നി എന്നിവകളാൽ സേവിക്കപ്പെടുന്നതും പൂവള്ളികളാൽ ചുറ്റപ്പെട്ടതും നല്ല കായ്കളുള്ള മരത്തോടു കൂടിയതും സന്തുഷ്ടരായ ജന്തുക്കളുള്ളതുമായ പമ്പാസരസ് കണ്ട് സന്തോഷത്തോടെ വെള്ളം കുടിച്ച് ക്ഷീണമകറ്റിക്കൊണ്ട് രാമനും ലക്ഷ്മണനും പതുക്കെ നടന്നു. വസന്തകാലത്ത് ഭൂമി മുഴുവൻ സുഖശീതളമായിരുന്നു. രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖ പർവ്വതത്തിന്റെ പാർശ്വഭാഗത്തുകൂടി നെടുവീർപ്പെട്ടുകൊണ്ട് വിലപിച്ചും സീതാവിരഹം സഹിക്കാൻ കഴിയാതെ കരഞ്ഞും കാമപീഡയാൽ വലഞ്ഞും പലതും പുലമ്പിക്കൊണ്ട് നടന്നു. അതുകണ്ട് സൂര്യപുത്രനായ സുഗ്രീവൻ ഭയപ്പെട്ട് മന്ത്രിമാരോടുകൂടി കുതിച്ചു പാഞ്ഞ് പർവ്വതത്തിന്റെ പൊക്കമേറിയ കൊടുമുടിയിലെത്തി. ഭയപരവശനായ സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു, എന്തിനും തയ്യാറായി രണ്ടുപേർ ഇങ്ങോട്ട് വരുന്നു. കണ്ടിട്ട് അവർ വളരെ ധീരന്മാരാണെന്ന് തോന്നുന്നു. നീ വേഗം പോയി അവർ ആരാണെന്ന് മനസ്സിലാക്കി വരൂ. ജ്യേഷ്ഠനായ ബാലി നിയോഗിച്ചതനുസരിച്ച് എന്നെ കൊല്ലാൻ വരുന്നവരാണോ? അവർ വലിയ പരാക്രമശാലികളാണെന്ന് തോന്നുന്നു. അവരുടെ തേജസ് വ്യാപിച്ച് ദിക്കുകളെല്ലാം പ്രകാശിക്കുന്നു. താപസവേഷമാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും അവരുടെ കൈകളിൽ വില്ല്, അമ്പ്, വാൾ തുടങ്ങിയ ആയുധങ്ങൾ കാണുന്നുണ്ടല്ലോ. വായുപുത്ര, നീ ബ്രാഹ്മണ വേഷം ധരിച്ച് അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണം. മുഖം, കണ്ണ്, സംഭാഷണം എന്നിവയുടെ ഭാവഭേദങ്ങൾ കണ്ട് അവരുടെ മനസ്സറിയണം. ശത്രുക്കളാണെങ്കിൽ കൈയടയാളങ്ങളിലൂടെ വേഗം വിവരം അറിയിക്കണം. അതെല്ലാം മിത്രമാണെങ്കിൽ നിന്റെ മുഖപ്രസാദം, പുഞ്ചിരി എന്നിവയിലൂടെ കാര്യം സൂചിപ്പിക്കണം. സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് അഞ്ജനാപുത്രനായ ഹനുമാൻ ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് വേഗം ചെന്ന് ലോകനാഥനായ ശ്രീരാമന്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ചു. താമരപ്പൂവിതൾ പോലുള്ള കണ്ണുകളുള്ള മനുഷ്യശ്രേഷ്ഠരെ തൊഴുതിട്ട് വിനയപൂർവ്വം ചോദിച്ചു, കാമദേവനെ ജയിക്കുന്ന ശോഭയോട് കൂടിയ നിങ്ങളിരുവരും ആരാണെന്നറിയാൻ ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാലും സ്വന്തം തേജസ് കൊണ്ട് ദിക്കുകളെല്ലാം പ്രകാശിപ്പിക്കുന്ന നിങ്ങൾ സൂര്യനും ചന്ദ്രനുമാണെന്ന് തോന്നുന്നു. 3 ലോകത്തിന്റെയും സൃഷ്ടികർത്താക്കളാണ് നിങ്ങളെന്ന് കണ്ടിട്ട് തോന്നുന്നു. ലോകൈക വീരന്മാരായ നിങ്ങൾ അശ്വിനി കുമാരന്മാരാണോ? അതോ പ്രപഞ്ചത്തിന്റെ കാരണഭൂതന്മാരായ വിശ്വരൂപന്മാരോ? പ്രപഞ്ചത്തിന്റെ ആദികാരണമായ പുരുഷന്മാർ ഭൂമിയുടെ ഭാരമില്ലാതാക്കി രക്ഷിക്കുന്നതിനു വേണ്ടി മായാമാനുഷ്യന്മാരായി ക്ഷത്രിയന്മാരുടെ വേഷത്തിൽ സഞ്ചരിക്കുന്ന പുണ്യപുരുഷന്മാരാണ് നിങ്ങൾ. നിത്യസ്വതന്ത്രന്മാരായ നിങ്ങൾ ലീലയായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, നാശം എന്നിവയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നവരാണ്. നിങ്ങൾ മോക്ഷം നൽകുന്ന നരനാരായണന്മാരാണെന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞ കൈകൂപ്പി നിൽക്കുന്ന ഭക്തനെ നോക്കി രഘുനാഥൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, ഈ ബ്രഹ്മചാരിയെ നോക്കൂ. ഇവൻ ശബ്ദശാസ്ത്രം മുഴുവൻ പഠിച്ചിട്ടുണ്ട്. ഇവന്റെ വർത്തമാനത്തിൽ ഒരപശബ്ദം പോലുമില്ല. ഈ ബ്രഹ്മചാരി നല്ല വൈകാരണനാണ് തീർച്ച. അനന്തരം മാനവവീരനായ ശ്രീരാമൻ വാനരശ്രേഷ്ഠനായ ഹനുമാനെ നോക്കി മെല്ലെ പറഞ്ഞു, ദശരഥ മഹാരാജാവിന്റെ മകനായ എന്റെ പേര് രാമൻ എന്നാണ്. ഇവൻ എന്റെ അനുജൻ ലക്ഷ്മണൻ. മഹാബുദ്ധിമാനായ നീ സന്തോഷപൂർവ്വം ഞാൻ പറയുന്ന പരമാർത്ഥം കേട്ടുകൊള്ളുക. എന്റെ ഭാര്യയായി ജനകന്റെ മകൾ സീത എന്ന പേരോട് കൂടിയ ഒരു സുന്ദരി കൂടിയുണ്ട്. അച്ഛന്റെ നിർദ്ദേശമനുസരിച്ച് തപസ് ചെയ്യുന്നതിന് ഞങ്ങൾ കാട്ടിലെത്തി. ദണ്ഡകവനത്തിൽ താമസിക്കുന്ന കാലത്ത് അതിഭയങ്കരനായ ഒരു രാക്ഷസൻ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ കാട്ടിൽ അവളെ അന്വേഷിച്ചു നടക്കുന്നു. അവളെ ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നിന്നെ ഇവിടെ കണ്ടെത്തിയത്. സ്നേഹിത, നീ ആരാണെന്ന് പറയൂ. ഹനുമാൻ തൊഴുതുകൊണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു, രഘുനാഥ, സുഗ്രീവൻ എന്ന വാനരശ്രേഷ്ഠൻ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് വസിക്കുന്നു. മന്ത്രിമാരായി ഞങ്ങൾ 4 പേർ അദ്ദേഹത്തെ പിരിയാതെ സദാ കൂടെ നടക്കുന്നു. ജ്യേഷ്ഠനായ ബാലി അനുജനായ അവനെ ആട്ടിപ്പായിച്ചു. മാത്രമല്ല സുഗ്രീവന്റെ ഭാര്യയെയും അവൻ സ്വന്തമാക്കി. ഞങ്ങൾ ഋഷ്യമുഖ പർവ്വതം താമളമാക്കി ബാലിയെ ഭയമില്ലാതെ വസിക്കുന്നു. അവന്റെ ഭൃത്യനും വായുപുത്രനുമായ വാനരനാണ് ഞാൻ. അഞ്ജനയുടെ മകനായ എന്റെ പേര് ഹനുമാൻ എന്നാണ്. ഞങ്ങളുടെ സങ്കടം തീർത്തു രക്ഷിക്കണം. സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ ഇരുകൂട്ടർക്കും എളുപ്പം ശത്രുക്കളെ വധിക്കാൻ കഴിയും. ഇതിനുവേണ്ടി നല്ലവണ്ണം ഞാൻ പരിശ്രമിക്കാം. എനിക്ക് മറ്റൊരാശ്രയമില്ല ദയാനിധേ. ഞാൻ പറഞ്ഞതെല്ലാം അങ്ങേക്ക് സമ്മതമാണെങ്കിൽ എന്നോടൊപ്പം എഴുന്നള്ളിയാലും സങ്കടമെല്ലാം ഇല്ലാതാകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വന്തം രൂപത്തിൽ ശ്രീരാമന്റെ മുമ്പിൽ നിന്നു. നിങ്ങൾ ദുഃഖമെല്ലാം ഉപേക്ഷിച്ച് എന്റെ ചുമലിൽ കയറുക. ഇത് കേട്ട ശ്രീരാമൻ ശബരി പറഞ്ഞ വാക്കുകൾ ഓർത്ത് സമ്മതം മോളി.
ശ്രീരാമനെയും ലക്ഷ്മണനെയും ചുമലിലേറ്റിക്കൊണ്ട് ഹനുമാൻ സുഗ്രീവന്റെ മുമ്പിലെത്തി ഇങ്ങനെ പറഞ്ഞു: സൂര്യപുത്രനായ സുഗ്രീവ, നീ പേടിക്കേണ്ട. സൂര്യവംശത്തിൽ ജനിച്ച രാമനും ലക്ഷ്മണനും നിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നു. ആലോചിച്ചാൽ ഇത് വലിയ ഭാഗ്യം തന്നെ. ആ പർവ്വതത്തിന് മുകളിലുള്ള വലിയ മരത്തിന്റെ തണലിൽ ഹനുമാൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ ചുമലിൽ നിന്നിറക്കി. ലോകനായകനായ കുമാരന്മാർ ക്ലേശമുക്തമായ മനസ്സോടെ നിന്നു. ഹനുമാൻ പരമാനന്ദത്തോടെ സുഗ്രീവനോട് പറഞ്ഞു: സുഗ്രീവ, നീ ഭയപ്പെടേണ്ട. സൂര്യവംശത്തിൽ ജനിച്ച യോഗേശ്വരന്മാരായ രാമലക്ഷ്മണന്മാരാണ് എഴുന്നള്ളിയിരിക്കുന്നത്. ഇനി നീ ആരെയും പേടിക്കേണ്ട. വേഗം ചെന്ന് സഖ്യം ചെയ്ത് ഭഗവത് ഭക്തന്മാരിൽ പ്രിയമുള്ളവനായി കഴിയുക. സന്തുഷ്ടനായ സുഗ്രീവൻ എഴുന്നേറ്റ് സംഭ്രമത്തോടെ തളിരിലകൾ പറിച്ച് തറയിൽ നിരത്തി ലോകനാഥനായ ശ്രീരാമനിരിക്കാൻ ഇരിപ്പിടമുണ്ടാക്കി. അതുപോലൊരു ഇരിപ്പിടം ലക്ഷ്മണൻ ഇരിക്കാൻ ഹനുമാനും തയ്യാറാക്കി. അതുകണ്ട് ലക്ഷ്മണൻ സുഗ്രീവൻ ഇരിക്കാനും തളിരിലകളെടുത്ത് നിരത്തു വിരിച്ചു. എല്ലാവരും ദുഃഖം മറന്ന് സസന്തോഷം ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ശ്രീരാമന്റെ വൃത്താന്തമെല്ലാം ലക്ഷ്മണൻ സുഗ്രീവനെ അറിയിച്ചു. അപ്പോൾ ധീരനായ സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു: സ്ത്രീരത്നമായ സീതാദേവിയെ തീർച്ചയായും ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിക്കാം. ശത്രുക്കളെ നശിപ്പിക്കാൻ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഒരു സ്നേഹിതനായി കഴിവതും ഞാൻ പ്രയത്നിക്കാം. അതോർത്ത് സങ്കടപ്പെടരുത്. അങ്ങയുടെ ദുഃഖമെല്ലാം തീർച്ചയായും ഞാൻ ഇല്ലാതാക്കാം. രാവണനെ വംശത്തോടെ വധിച്ച് ദേവിയെ ഞാൻ വീണ്ടെടുത്തു കൊണ്ടുവരാം. ഒരു ദിവസം ഞാനൊരു സംഭവം കണ്ടു. അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം. 4 മന്ത്രിമാരോടൊപ്പം ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ വസിക്കുമ്പോൾ ഒരു ദിവസം സുന്ദരിയായ ഒരു യുവതിയെ ഒരു രാക്ഷസ നായകൻ ആകാശമാർഗത്തിലൂടെ കൊണ്ടുപോകുന്നത് കണ്ടു. രക്ഷിക്കാൻ ആരുമില്ലാതെ രാമ രാമ എന്ന് പറഞ്ഞ് വിലപിക്കുകയായിരുന്ന ആ യുവതി തീർച്ചയായും അവിടുത്തെ ഭാര്യ ആയിരിക്കണം. ആ ഉത്തമ സ്ത്രീ പർവ്വതത്തിന്റെ മുകളിലിരുന്ന ഞങ്ങളെ കണ്ട് ദുഃഖത്തോടെ ആഭരണങ്ങൾ മേൽമുണ്ടിൽ പൊതിഞ്ഞ് പർവ്വതത്തിന് മുകളിലേക്കിട്ടു. അത് ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാണണമെങ്കിൽ കണ്ടാലും. സീതാദേവിയുടെ ആഭരണങ്ങൾ കണ്ടാൽ മാനവവീര, അങ്ങേക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആഭരണപ്പതി കൊണ്ടുവന്ന് ശ്രീരാമന്റെ മുമ്പിൽ വെച്ചു. ശ്രീരാമചന്ദ്രൻ അതെടുത്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നെപ്പോലെ നിങ്ങളും മനോഹരിയായ സീതയെ പിരിഞ്ഞുപോയോ? സീതേ ജാനകി നാഥേ മനോഹരി, എന്റെ പ്രിയവല്ലഭേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ തിരുമാറോട് ചേർത്ത് സാധാരണക്കാരനെ പോലെ ലോകേകനാഥൻ കരഞ്ഞു. ദുഃഖഭാരത്താൽ മോഹലാസ്യപ്പെട്ടു കിടക്കുന്ന ശ്രീരാമനോട് ലക്ഷ്മണൻ പറഞ്ഞു: അങ്ങ് ദുഃഖിക്കരുത്. വാനരവീരനായ സുഗ്രീവന്റെ സഹായത്തോടെ താമസിയാതെ രാവണനെ കൊന്ന് സുന്ദരിയായ സീതയെ വീണ്ടെടുക്കാം. പ്രഭോ, അങ്ങ് സന്തോഷത്തോടെ ഇരിക്കുക. അത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു: അങ്ങ് ദുഃഖിക്കരുത്. രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് അങ്ങേക്ക് നൽകുന്നുണ്ട്. ധരാപതി, അങ്ങ് ധൈര്യമായിരുന്നാലും. ലക്ഷ്മണന്റെയും സുഗ്രീവന്റെയും ആശ്വാസവാക്കുകൾ കേട്ട് ശ്രീരാമന്റെ ദുഃഖം അല്പം ശമിച്ചു. വാനരശ്രേഷ്ഠനായ ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ച് ശുഭമുഹൂർത്തത്തിൽ സഖ്യം ചെയ്യിപ്പിച്ചു. ശ്രീരാമനും സുഗ്രീവനും അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്ത് കാര്യം സാധിക്കുമെന്ന പരസ്പര വിശ്വാസത്തോടെ ദുഃഖം വെടിഞ്ഞ് അവർ പൊക്കമേറിയ പർവ്വതത്തിന് മുകളിൽ വസിച്ചു. ബാലിയും താനുമായി ശത്രുക്കളാകാനുള്ള കാരണം സുഗ്രീവൻ ശ്രീരാമന് വിവരിച്ചു കൊടുത്തു. പണ്ട് മയന്റെ പുത്രനായി മായാവി എന്ന ഒരു രാക്ഷസനുണ്ടായി. തന്നോട് എതിരിട്ട് യുദ്ധം ചെയ്യാൻ ആരുമില്ലാതെ അഹങ്കാരത്തോടെ മതിച്ചു നടക്കുന്ന കാലത്ത് കിഷ്കിന്ധയിലെത്തി. വാനര രാജാവായ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. അത് കേട്ട് കോപിഷ്ഠനായ ബാലി മായാവിയുമായി ഏറ്റുമുട്ടി അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ദുഷ്ടനായ അസുരൻ പേടിച്ചോടി. ബാലി അവനെ പിന്തുടർന്നു. അത് കണ്ട് ഞാനും പിന്നാലെ ചെന്നു. അസുരൻ ചെന്ന് ഒരു ഗുഹയിൽ ഒളിച്ചു. അപ്പോൾ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു: ഞാൻ ഗുഹയ്ക്കകത്ത് പോയി ഇവനെ കൊല്ലാം. നീ ഗുഹാദ്വാരത്തിൽ നിൽക്കണം. ഗുഹാമുഖത്ത് പാൽ ഒഴുകി വരികയാണെങ്കിൽ അസുരൻ മരിച്ചെന്ന് കരുതണം. ചോര വന്നാൽ ഞാൻ മരിച്ചെന്ന് വിചാരിച്ച് ഗുഹാദ്വാരം അടച്ചിട്ട് നീ പോയി ഭരിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് ബാലി ഗുഹയ്ക്കകത്തേക്ക് കടന്നു. ഞാൻ ഗുഹാമുഖത്ത് നിന്നു. 1 മാസം കഴിഞ്ഞിട്ടും കപീശ്വരൻ പുറത്തു വന്നില്ല. ഗുഹയ്ക്കകത്ത് നിന്നും ചോര ഒഴുകി പുറത്തു വന്നു. ഞാൻ സങ്കടപ്പെട്ടു. ജ്യേഷ്ഠനെ മഹാസുരനായ മായാവി കൊന്നുവെന്ന് വിചാരിച്ച് ഞാൻ ദുഃഖത്തോടെ കിഷ്കിന്ധയിലേക്ക് പോന്നു. വാനരന്മാർ വളരെയധികം ദുഃഖിച്ചു. പിന്നീട് എന്നെ വാനരരാജാവായി അവർ അഭിഷേകം ചെയ്തു. കാലം കുറെ കഴിഞ്ഞു. അപ്പോൾ മഹാബലവാനായ ബാലി മടങ്ങിയെത്തി. ഗുഹാമുഖം കല്ലുവെച്ചടച്ചത് തന്നെ കൊല്ലാനാണെന്ന് കരുതി ബാലി എന്നെ കൊല്ലാനെടുത്തു. ഭയത്തോടെ ഞാൻ പലയിടത്തും പാഞ്ഞു നടന്നു. ഒരിടത്തും തങ്ങാനാവാതെ വന്നപ്പോൾ ഋഷ്യമുഖാചലത്തിൽ അഭയം തേടി. മതംഗ മഹർഷിയുടെ ശാപഭയത്താൽ ബാലി ഇവിടെ വരികയില്ലെന്ന വിശ്വാസത്തോടെ അല്ലയോ ലോകനാഥ, ഞാൻ ഇവിടെ താമസമായി. മൂഢനായ ബാലി എന്റെ ഭാര്യയെയും സ്വന്തമാക്കി. അങ്ങനെ നാടും നഗരവും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ദുഃഖത്തോടെ ഇവിടെ കഴിയുന്നു. അങ്ങയുടെ പാദപങ്കജ സ്പർശത്താൽ ഇപ്പോൾ സുഖം ലഭിച്ചു.
സൂര്യപുത്രനായ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് കാരുണ്യപൂർവ്വം ശ്രീരാമൻ പറഞ്ഞു, നിന്റെ ശത്രുവിനെ കൊന്ന് രാജ്യം, പത്നി, സമ്പത്ത് എന്നിവ വീണ്ടെടുത്തു തരാം. രാമന്റെ ഈ വാക്കുകൾ സത്യമാണ്. മാനവേന്ദ്രനായ ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ദ്രപുത്രനായ ബാലിയെ കൊല്ലാൻ വളരെ പ്രയാസമുണ്ട്. അവനോളം ബലം മറ്റൊരാളിനുമില്ല. ഞാൻ ബാലിയുടെ കയ്യൊക്കെ എത്രയുണ്ടെന്ന് പറഞ്ഞു തരാം. ഒരിക്കൽ ദുന്ദുബി എന്ന മഹാസുരൻ പോത്തിന്റെ വേഷത്തിൽ കിഷ്കിന്ധാപുരിയുടെ വാതിക്കൽ വന്ന് പോരിന് വിളിച്ചു. ക്രുദ്ധനായ ബാലി മഹിഷത്തിന്റെ കൊമ്പുകൾ പിടിച്ചു ഞെരിച്ച് ഭൂമിയിൽ വീഴ്ത്തിയിട്ട് അതിന്റെ തല ചവിട്ടിപ്പറിച്ചെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. ഈ തല മതംഗമുനിയുടെ ആശ്രമത്തിനടുത്ത് ചെന്നു വീണു. ആശ്രമസ്ഥലം അസുരന്റെ രക്തം വീണ് അശുദ്ധമായി. ആശ്രമത്തിന് ദോഷം വരുത്തിയ ബാലി ഋഷ്യമുഖാചലത്തിൽ വന്നാൽ അവന്റെ തല പൊട്ടിത്തെറിച്ച് മരിക്കുമെന്ന് മഹർഷി ശപിച്ചു. അത് കേട്ട ബാലി അന്നു മുതൽ ഇവിടെ വരാതായി. അതിനാലാണ് ഭയം കൂടാതെ ഞാനിവിടെ കഴിയുന്നത്. മന്ദരപർവ്വതം പോലെ കിടക്കുന്ന ദുന്ദുബിയുടെ തല കണ്ടോ? ഇതെടുത്തെറിയാൻ കഴിവുള്ള ശക്തന് ബാലിയെ കൊല്ലാൻ കഴിയും. സുഗ്രീവൻ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ തൃക്കാലിലെ പെരുവിരൽ കൊണ്ട് ആ തല തട്ടി മേൽപോട്ടെറിഞ്ഞു. അത് 10 യോജന ദൂരെ പോയി വീണു. ഇത് കണ്ട് സുഗ്രീവനും മന്ത്രിമാരും അത്ഭുതപ്പെട്ടു. ശ്രീരാമനെ പ്രശംസിച്ചുകൊണ്ട് അവരെല്ലാം തൊഴുകയുമായി നിന്നു. വീണ്ടും സുഗ്രീവൻ പറഞ്ഞു, ഈ സപ്തസാലങ്ങൾ ബാലിക്ക് ബലപരീക്ഷ നടത്തുന്നതിനുള്ളതാണ്. ബാലി പിടിച്ചു കുലുക്കുമ്പോൾ 7 മരങ്ങളുടെയും ഇലകൾ കൊഴിഞ്ഞു പോകും. വട്ടത്തിൽ നിൽക്കുന്ന ഇവ ഒറ്റ ബാണം കൊണ്ട് മുറിച്ചു വീഴ്ത്തിയാൽ അങ്ങേക്ക് ബാലിയെ കൊല്ലാൻ കഴിയും. സൂര്യപുത്രനായ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട സൂര്യവംശജനായ ശ്രീരാമൻ വില്ലെടുത്തു കുലച്ച് ഒരമ്പെയ്തു. വൃക്ഷങ്ങൾ 7 പിളർന്നിട്ട് പർവ്വതവും ഭൂമിയും ഭേദിച്ചതിനു ശേഷം ജലിച്ചുകൊണ്ട് ആ ബാണം തിരികെ ശ്രീരാമന്റെ ആവനാഴിയിലെത്തി. അത്ഭുതപരവശനായ സുഗ്രീവൻ പുഞ്ചിരിയോടെ ശ്രീരാമനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങ് ലോകനാഥനായ പരമാത്മാവ് തന്നെ. സകലത്തിനും അവിടുന്ന് സാക്ഷിയാണ്. പണ്ട് ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമായി അങ്ങയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ജനന മരണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ പരിശുദ്ധന്മാർ അങ്ങയുടെ പാദങ്ങൾ ഭജിക്കുന്നു. മോക്ഷപ്രദനായ അങ്ങയെ ലഭിച്ചതുകൊണ്ട് മോക്ഷമല്ലാതെ മറ്റൊന്നും ഞാൻ അപേക്ഷിക്കുന്നില്ല. ഒരാൾക്ക് തന്റെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭക്തിയോടെ രാമനാമം ജപിക്കുക. ദുരിതങ്ങളില്ലാതായി അവൻ നല്ലവനും പരിശുദ്ധനുമായി തീരും. അങ്ങയുടെ പാദങ്ങളിൽ ഭക്തിയുണ്ടാകാനുള്ള മാർഗം ഉപദേശിച്ച് എന്റെ പാപം മുഴുവൻ നശിപ്പിക്കണമേ. അല്ലയോ രമാകാന്ത, എന്റെ മനസ്സെപ്പോഴും അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ഉറയ്ക്കുമാറാകണം. എന്റെ നാവ് എപ്പോഴും അങ്ങയുടെ നാമകീർത്തനത്തിൽ നാണമില്ലാതെ മുഴുകണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സുഗ്രീവനെ സന്തോഷപൂർവ്വം ശ്രീരാമൻ പിടിച്ച് മാറോടണച്ചു. ശരീരസ്പർശത്താൽ പാപം നശിച്ച് മംഗളസ്വരൂപനായി തീർന്ന സുഗ്രീവനെ കാരുണ്യക്കടലായ ഭഗവാൻ കാര്യസാധ്യത്തിനായി മായയിൽ നിന്ന് മോചിപ്പിച്ചു. രാമായണ മാസം 15-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.